അതെന്ന് വിടരുന്ന് വിട്ടേന്ന് പറഞ്ഞിട്ട്. അങ്ങോട്ട് പോണം. തക്കാളി ഉണ്ട്, എന്തൊക്കെ കൊറേ ഉണ്ട്. ചീഞ്ഞു പോകുന്ന ഐറ്റംസ് ഒക്കെ ഉണ്ടാവൂലേ, പാവയ്ക്ക ചീഞ്ഞു പോകുന്ന ഐറ്റംസ് ഒക്കെ. ഓക്കെ, ഇപ്പം സംശയ നിവാരണമായി. ഓട് പൊക്കിയിട്ട് വെക്കാന്നുള്ളത്. സോറി, ഐ ആം ദ സോറി അളിയാ. അപ്പം ഇന്നലെ നല്ല മഴ പെയ്ക്കാം. ആ എന്നാ പിന്നെ എനിക്ക് കൊണ്ട് വെച്ചാൽ പോരെ. ഞാനെല്ലാം കഴുകി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ലോഡ് മണ്ണുണ്ടായിരുന്നു വണ്ടിയൊക്കെ പോകുമ്പോൾ. ബിന്ദു സ്ട്രീംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞായറാഴ്ചയായിട്ട് ഇതാണ് കേട്ടോ പ്രധാനപ്പെട്ട പരിപാടി. നമ്മുടെ ആടിൻ്റെ കൂട് മേയുകയാണ്. ആടിൻ്റെ വീട് മേയുന്ന 2 കുട്ടികളാണ് ആ നിൽക്കുന്ന 2 പേര്. ഒരാൾ ഓട് പറക്കിക്കൊണ്ട് വരുന്നു, എടുത്തു കൊടുക്കുന്നു. അടുത്തയാൾ കോണിയിൽ നിന്നിട്ട് വയ്ക്കുന്നു. എന്തെങ്കിലുമൊക്കെ പറയാനുണ്ട്. ആട്ടുംകൂടും വേണേന് ആടല്ല ചിലവ് ചെയ്യണം, ഞാനല്ല ചിലവ് ചെയ്യണേ. എനിക്കല്ലല്ലോ വീടുണ്ടാക്കണം, ആടിനല്ലേ വീടുണ്ടാക്കണേ. ഓ, ഇതിപ്പോൾ എടുത്താൽ പൊങ്ങാത്ത പരിപാടിയൊക്കെയാണല്ലോ ഒരുത്തിൻ്റെ ജോലി. ഇവനെ ഹൈറ്റ് വെച്ചു കേട്ടോ, ഇവന് എൻ്റെ ഒപ്പം പൊക്കമായി. ഇത് എപ്പോൾ നീണ്ടെന്ന് ഞാൻ ഓർക്കണേ. അല്ലടാ, നിനക്ക് എപ്പോഴാണ് പൊക്കം വെച്ചേ? കഴിഞ്ഞ ദിവസം വരെ നോക്കിയപ്പോൾ നിനക്ക് പൊക്കം ഇല്ലായിരുന്നല്ലോ. പാൻറ്റൊക്കെ ഇതായിട്ടുണ്ട്, അതുകൊണ്ട് കഴിഞ്ഞ ദിവസം ഒരു പുതിയ പാൻറ്റും ഒരു പുതിയ ഷർട്ടൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളെപ്പോൾ കടയിൽ ചെന്നാലും അവൻ പറയും ഒരു ബാഗി. നല്ല രസമുണ്ടല്ലോ ചേട്ടൻ വെച്ചേക്കുന്നതാണ്. അപ്പം ഇനി എങ്ങനെ വെക്കും ചേട്ടാ? അതിൻ്റെ അടിയിലേക്ക് കയറ്റി വെക്കാൻ പറ്റുമോ? ഈ അടിയിലിരിക്കണ ഓടിൻ്റെ അതല്ല, ഈ ഒരു സൈഡ് ഇനി കംപ്ലീറ്റ് ആവാനുണ്ടല്ലോ. എന്നാ വെച്ച ഞാനൊന്ന് കാണട്ടെ, എൻ്റെ സംശയം ഞാൻ നിവാരണം ചെയ്യട്ടെ. ഓക്കെ, ഇപ്പം സംശയ നിവാരണമായി. ഓട് പൊക്കിയിട്ട് വെക്കാന്നുള്ളത്. സോറി, ഐ ആം ദ സോറി അളിയാ. അപ്പോൾ ഇന്നലെ നല്ല മഴ പെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ പണ്ട് കാറിൻ്റെ കവറായിരുന്നു ഇട്ടിരുന്നത്. അതിൽ ഓട്ട ഉണ്ടായിരുന്നു, ആടുകളെല്ലാം നനഞ്ഞും പോയി. എന്നിട്ട് ഞങ്ങൾ ചെല്ലുമ്പോൾ പാവം അമ്മയോട് ഒന്ന് കുഞ്ഞാടിനെ നക്കി തുടച്ച് കൊടുക്കുക. അത് കണ്ടപ്പോൾ നമുക്ക് സങ്കടം വന്നു. പിന്നെ അവളെ നമ്മൾ തുടച്ചൊക്കെ എടുത്തു. അപ്പോൾ നമ്മൾ ഓട് വാങ്ങി വെച്ചില്ലായിരുന്നു. ഇനി കമത്തോടു കൂടി നമുക്ക് വാങ്ങാനുണ്ട്, ഏറ്റവും ടോപ്പിലിരിക്കുന്ന കമഴത്തോട്. അത് നമുക്ക് വാങ്ങണം. അത് ഒരെണ്ണത്തിന് 20 രൂപയും കണ്ടല്ലോ ചേട്ടാ. അത് ഒരെണ്ണത്തിന് എത്രയാ ചേട്ടാ? നിരത്തി വെക്കണ്ട, ഒരെണ്ണം പോരല്ലോ. എത്രണ്ണം വേണ്ടി വരും ചേട്ടാ? ആ ഒരെണ്ണത്തിൻ്റെ അളവ് നോക്കണം. അപ്പം അത് വെക്കണമെങ്കിൽ എങ്ങനെ വെക്കും ചേട്ടാ? ചേട്ടന് കയ്യെത്തുവോ? എങ്ങനെ? ഒരു സ്റ്റെപ്പോടെ കയറിയാൽ മതിയില്ലേ? അപ്പോൾ അതാ അവർ പണിയെടുക്കുന്നത് നമുക്ക് ദൂരെ നിന്ന് മാറി നോക്കി കാണാം. ഓട് വാങ്ങിയത് ഇവിടെ വച്ചേക്കും, അങ്ങോട്ട് കൊണ്ടുപോയിട്ടില്ല. ഇത് പകുതിയായിട്ട് കൊണ്ടുപോകാൻ പറ്റുമായിരുന്നെങ്കിൽ അങ്ങനെ ഞാൻ കൊണ്ടുപോയേനെ. മീൻസ് ഒടിച്ച് പകുതി എന്നാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്.
ഇതാരിത്? ബാഹുബലിയോ? ക്രിസ്ത്യാനോ റൊണാൾഡോ? കൊച്ച നിന്നോട് ഞാൻ ആദ്യം പറഞ്ഞു. അതെ, നീ ഇങ്ങനെ ഭാരപ്പെട്ട പണി. അയ്യേ, എന്തിനാന്ന് 4 ട്രിപ്പായിട്ട് കൊണ്ടുവന്നാൽ മതി. എന്തിനാ കുറക്കണേ? ശരിയാടോ, നിങ്ങളുടെ 4 ട്രിപ്പായിട്ട് കൊണ്ടുവരെ. ഞാനൊരു മുരിങ്ങ നട്ടതാണ് കേട്ടോ, നിങ്ങൾ നോക്ക. ഇങ്ങനെ അങ്ങ് പോയിട്ട് അതങ്ങ് ആകാശത്ത് ചെന്നിട്ട് അതിലൊരു കുഞ്ഞ് 2 തളിരല. ഇങ്ങോട്ട് നോക്ക, ഇതല്ല കേട്ടോ, ഇത് ഞാനൊരു മുരിങ്ങ നട്ടതാ. എന്തോ ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് അവസ്ഥ. കഴിഞ്ഞ ഒരു കുഞ്ഞു വാവ ഇവിടെ നിന്നിട്ട് വെള്ളം സിപ്പ് ചെയ്ത് കുടിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. അപ്പം നമ്മൾ ഓടൊക്കെ മേഞ്ഞു കഴിഞ്ഞു. ഇനി കമഴ്ത്തോടില്ല, അത് പോയി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് വേണം മേയാനായിട്ട്. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ കോഴിക്കൂടത്തെ ആട്ടിൻകൂട് എന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ആടിനോട് നമുക്ക് വീട് മേയലിൻ്റെ ചിലവ് തരാനായിട്ട് പറയണടാ. കപ്പയെ തൊടല്ലേടാ. ഹലോ, എന്നെ വിശേഷം ചേട്ടോ? സുഖമൊക്കെ ആണോ? ജീവിതമൊക്കെ എങ്ങനെ പോണു? തിന്നാനൊക്കെ കിട്ടിയായിരുന്നോ? പോവണോ? ആ കുഞ്ഞ് പിന്നെയും പിടിപ്പിക്കും, ഈ കുഞ്ഞിന് ഇച്ചിരി പിടിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്. അതെന്ന് വിടരുന്ന് വിട്ടേന്ന് പറഞ്ഞിട്ട്. അങ്ങോട്ട് പോണം. വാ, അത് അത്രയും മടക്കണ്ടായിരുന്നു. അത് അത്രയും മടക്കിയ ഇങ്ങ അറ്റം വാല് പോലെ ഇരിക്കുന്നു. ആടിൻ്റെ വാല് പോലെ ഉണ്ട് ഇപ്പോൾ. എന്നെ കയ്യെ കൊണ്ടേ ചേട്ടൻ്റെ കയ്യിലെന്താ കൊണ്ടത്? ഞാൻ കണ്ടല്ലോ ചേട്ടൻ നോക്കണത്. എൻ്റെ തോന്നലുകൾ എപ്പോഴും ശരിയാകാറുണ്ട്. നിന്റെ കയ്യാലെന്നാ കൊണ്ടത്? തടിച്ചു വന്നിട്ടുണ്ടല്ലോ. കൊതുക് കടിച്ചതാ. പൊടി അതവിടെ ഇരുന്നോട്ടെ. പിന്നെ ഏത് ക്യാമറയമ്മേ ഇത്? അതുമല്ലേ? ഓ, ഫസ്റ്റത്തെ ഏതാടാ ഇത്? ഞാൻ 3 കാണുന്നേ. ഓ, സൂമിങ് വേറെയാണോ? നീ നടച്ചു വെച്ച സൂമിങ് ഏറ്റവും 100 ഏറ്റവും ലാസ്റ്റത്തെ ഇട്ടാ ഓഫായോ? ഓഫായി. അപ്പം നടുക്കുള്ളത് എന്നതാ? നടുക്കുള്ള ഒരു നടുക്കൊക്കെ ആയിരിക്കും. ഓഫായോ? ഇല്ല. ചേട്ടാ സൂമായിക്കേ. ഓഫായോ? ഓഫായി. അതെ, എത്ര നമ്പർ? 1.4. ഓ, 3 ക്യാമറയല്ലേ? അപ്പം ഇപ്പുറത്തുള്ള 2 എന്നാടാ? കുഞ്ഞിത് ഫോട്ടോയാണോ? ചിലപ്പോൾ. എത്ര? 5 ക്യാമറയുണ്ട്, ഒരു ലൈറ്റും ഉണ്ട്. S25 അൾട്ര. S25 അൾട്ര സാംസങ് അൾട്ര. പറയാറിയില്ലാത്തൊരു അങ്ങനെയാ പോയി നാക്ക് ഓടിച്ചിട്ടോ. ിന് ശേഷം ജാക്സൺ ചേട്ടനും ആൻസും കൂടി അവതരിപ്പിക്കുന്നു പുതിയ കലാപരിപാടി കോഴിക്കൂട് മേയൽ. പറയാത്ത എന്താ? ഒന്നും മറുപടി പറയാത്തത് എന്താ?
നിങ്ങൾ പടത കൈ കൊണ്ട് എടുത്തല്ലോ. ആ ഇത് നല്ല പടതയാ ചേട്ടാ അല്ലേ? നല്ല വലിയ പടതയാ. ഇത് കണ്ടോ, ഇവൻ്റെ തലമുടി ആരെങ്കിലും കണ്ടോ? എൻ്റെ വീട്ടിലെ ഫ്രീക്കനാണിവൻ. ഇവന് തലമുടിയുണ്ട്, ഇവന് ചെവിയുടെ പുറകിൽ ഇച്ചിരി രോമമുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഇവനാണ് എൻ്റെ വീട്ടിലെ ഫ്രീക്കൻ ചെറുക്കൻ അല്ലേ അമ്മ? ഇവിടെ ഇരുന്നാടാ, പോകണ്ടടാ. അവന് ഓടിക്കളഞ്ഞ്. കുഞ്ഞുമുട്ടേനെ കണ്ടോ? ഇതാണ് കുഞ്ഞുമുട്ട. ബാ കുഞ്ഞുമുട്ട, നിന്നെ റീൽസിലൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളതല്ലേ. വാടി കുഞ്ഞുമുട്ട. ഇതിന് 2 പൂവന്മാർ ഒരു പെടയുടെ പുറകെ കിടക്കണേ. ഇനി ആ പെട ചകേണ പോയി തിന്നാൻ നിന്നോ. അടുത്ത പെട ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ മുട്ടയിടാൻ. ഇവിടെ അതിർത്തി തർക്കം നടക്കുന്നത് കണ്ടോ? പുറത്തു നിൽക്കുന്നവരും അകത്തു നിൽക്കുന്നവരും തമ്മിൽ അതിർത്തി തർക്കം നടന്നുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇല്ലില്ല, നീ ചെല്ലരുതട്ടാടാ. ഭയങ്കര തർക്കമാണ്, അതിർത്തി തർക്ക. ആരടാ ഞങ്ങളുടെ അതിരിൽ കയ്യേറി വന്നേക്കണേന്ന് പെടകൾ. ആ പെടകളെല്ലാം നിൽക്കടാ വീറോടും വാശിയോടും കൂടി. മറ്റേ കൽകൻ ചെന്ന് ആൺകൽകത്തിനോട് പറഞ്ഞു കൊടുത്തേ, ഇതേ ആ പൂവൻ പോയി നിൽക്കണമൊക്കെ. അന്നേരം പൂവൻ മുളയ്ക്കാൻ പോയി നിൽക്കുക. ഫസ്റ്റ് അതിർത്തി അതിർത്തി തർക്കം. അടിപൊളി അടിപൊളി. എന്തോടാ കുഴപ്പമാ ഉണ്ടല്ലോടാ. വല്ലാത്ത അതിർത്തി തർക്കമായിരുന്നു, വഴക്കോട് വഴക്കായിരുന്നു. പെടകളെല്ലാം കൂടെ അങ്ങ് എരപ്പിച്ചില്ലേ. പൂവാൻ 2 കൊത്ത് കൊടുത്തതേ ഉള്ളൂ, പക്ഷെ പെടകളെല്ലാം കൂടെ എരപ്പിച്ച് തീർന്ന്. നമ്മുടെ വീട്ടിലെ ഇരട്ടപ്പിള്ളേരുണ്ടേ. ഏതൊക്കെയാണെന്നറിയാവോ? ഒന്ന് ഇതും ഒന്ന് അതും ഒരേപോലെ ഇരിക്കുന്ന ഇതും അതുപോലെ തന്നെ അതും. അത് കൊള്ളാലോ. എന്നേ ഗ്ലൂക്കോസ് വെള്ളം ഇങ്ങ് വാ. ഗ്ലൂക്കോസ് വെള്ളം. എന്നാലും നിങ്ങൾ ഇരട്ടപ്പിള്ളേരാണല്ലോടാവേ. നിങ്ങൾ മാറിക്കേ. ഇരട്ടപ്പിള്ളേർ ഒരുമിച്ച് നിന്നേ കാണട്ടെ. അന്നേരം അവൻ നടുക്ക് കയറാൻ വരുക. അവനുമാണ് ഇരട്ടകൾ, ആ 2 പേര്. ഇവരുടെ അതിർത്തി തർക്കം ഇതുവരെ മാറിയിട്ടില്ലേ. ഇത് വല്ലാത്ത കൊത്താണല്ലോ ചേട്ടാ. കഴുകാണെങ്കിൽ ചിറകൊക്കെ താഴേക്ക് തൂക്കിയിട്ടാ നിൽക്കണേ. നോക്കേ ചേട്ടാ, ഇതൊരെണ്ണം അതും ഇരട്ടകളാ. ഇവർ 2 പേരും ഇരട്ടകളാ. ഈ നടുക്ക് നിൽക്കണവൻ എവിടെ നിന്ന് വന്നതാ? ഹലോ, ഹൗ ആർ യു? ഇതുണ്ടോ, പച്ചക്കറിയാണ്. നമ്മൾ 100 രൂപയ്ക്ക് വാങ്ങിയതാണ് കേട്ടോ. എല്ലാ തവണയും വാങ്ങുമ്പോൾ ഞാൻ കാണിച്ചു തരാറുണ്ട്. ഞാനാണെങ്കിൽ ഇതെല്ലാം കൂടെ കഴുകിയിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റാൻ നോക്കാം. കഴുകി എടുത്ത് വെക്കുവാണെങ്കിൽ ആ കടയിലിരിക്കുമ്പോൾ പൊടികളൊക്കെ പറ്റുമല്ലോ, ആ വേസ്റ്റൊക്കെ പൊക്കോളും. അപ്പോൾ കഴുകി എടുത്ത് വെക്കാൻ മതി. ഞാൻ കുറച്ച് ബീഫ് വേവാനായിട്ട് വെച്ചേക്കും അടുപ്പത്ത്. അപ്പോൾ ആ സമയത്ത് ഈ പച്ചക്കറികൾ, ഇതിപ്പോൾ പയറാണ്, പയറും കഴുകി വെച്ചേക്കുന്നത്. അതിപ്പോൾ ഏറ്റവും ലാസ്റ്റ് വയ്ക്കാൻ നോട്ടും. അതുപോലെ ഈ കുമ്പളങ്ങയൊക്കെ ഉള്ളിൽ ആ ഒരു സാധനം പെട്ടെന്ന് ചെയ്യുന്നത്, അതൊക്കെ റിമൂവ് ചെയ്തിട്ട് വെക്കുവാണെങ്കിൽ ഇരുന്നോളും. കറണ്ട് ഉണ്ടെങ്കിൽ ഇരുന്നോളും. വാഴയ്ക്കൊക്കെ പഴുത്ത്. ഒരു മെഴുക്കുവരട്ടി ഉണ്ടാക്കാനും ഒക്കെ ആയിട്ട് പറ്റൂട്ടോ. ഓരോന്നും എടുത്തുണ്ടാക്കാതുണ്ടോ. ബ്രിഞ്ചാള്, ഓരോരു ചാറുകറിക്കുള്ള തക്കാളി ഉണ്ട്.
എന്തൊക്കെ കുറേ ഉണ്ട്. ഇപ്പം ചീഞ്ഞ് പോകുന്ന ഐറ്റംസൊക്കെ ഉണ്ടാവൂലേ, പാവയ്ക്ക. ചീഞ്ഞ് പോകുന്ന ഐറ്റംസൊക്കെ, ആ ചീഞ്ഞ് പോകുന്ന ഭാഗമൊക്കെ കട്ട് ചെയ്തിട്ട് വെക്കാമെങ്കിൽ കുറേ നാളിരുന്നോളൂ. മുരിങ്ങയ്ക്ക നിങ്ങളുടെ ചേട്ടൻ പറഞ്ഞോളൂ, മുരിങ്ങയ്ക്ക ചുമ്മാ വെള്ളത്തിൽ വാട്ടി തന്നാലും ചേട്ടൻ കഴിക്കുമെന്ന്. എന്നാടാ നീ എന്നെ എടുക്കോ? വീടാ മര്യാദക്ക് വരുന്നേ. വേദ വെള്ളരിക്ക കഴുകുമ്പോൾ കടയിലൊക്കെ എപ്പോഴും ഇങ്ങനെ കടയിലിങ്ങനെ ഡിസ്പ്ലേക്ക് വെച്ചേക്കും പോലെ ഇരിക്കുമല്ലോ. അപ്പം വണ്ടി പൊടികളൊക്കെ കയറും. അപ്പം ആ പൊടികളൊക്കെ നമുക്ക് റിമൂവ് ചെയ്ത് വെച്ചാൽ കുറച്ചാൾ ഇരുന്നോളൂ. വെണ്ടയ്ക്കായും മുരിങ്ങക്കായൊക്കെ അവിടെ കിടക്കട്ടെ. ഇഞ്ചാളും തക്കാളിയൊക്കെ ഇവിടെ ഇരിക്കട്ടെ. അത് പാവയ്ക്ക ഇന്ന് ഞാനാണെങ്കിൽ 1 കിലോ പാവയ്ക്ക വാങ്ങിച്ചു. അപ്പം പാവയ്ക്ക ക്യാരറ്റും കൂടെ കൂടിയിട്ട് എന്താ വഴുതനങ്ങ ഒരു മെഴുകുവരട്ടിക്കോളം ഉണ്ട്. പാവയ്ക്ക നാളെ ഇതാക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്താക്കാന്ന് അറിയാവോ? തോരൻ. അപ്പോൾ പകലാണെങ്കിൽ ചേട്ടൻ്റെ ജോലിയൊക്കെ പെട്ടെന്ന് തീർന്നു. പെട്ടെന്നല്ല കേട്ടോ, 2-3 മണിയായി. 2-2:30 കഴിഞ്ഞു തീരുമ്പം. ആട്ടുംകൂട് കെട്ടി, കോഴിക്കുള്ള പടുതയൊക്കെ കെട്ടി, പിന്നെ പഴയ ഒരു മടക്കണ ഒരു കട്ടിലൂടെ ഉണ്ടായിരുന്നു. അപ്പം ആ കെട്ടി കൊടുക്കായിരുന്നു. ആ കട്ടിലുണ്ട് കോഴികളുടെ അവിടെ ഇട്ട് കൊടുത്തപ്പം അവർക്ക് കയറി ഇരിക്കാനും അതിൻ്റെ അടിയിലൊക്കെ നിൽക്കാനൊക്കെ നല്ലതാണല്ലോ എന്നോർത്തെ. അപ്പം ഇതെല്ലാം ചെയ്തു. അപ്പം അങ്ങനെ ചേട്ടൻ്റെ പണിയൊക്കെ അതിന് ശേഷം ചക്ക വെട്ടിയിട്ടുണ്ടായിരുന്നു. ചക്ക പിന്നെ നമ്മളിന്ന് കൊടുക്കാനുള്ള ഇന്നലെ തന്നെ ചക്കപ്പുഴുക്കായിരുന്നു. അതുകൊണ്ട് ചക്ക നമ്മൾ അരിഞ്ഞ് ഫ്രീസറിൽ കയറ്റി വെച്ചു. അത് എത്ര നാൾ വേണേലും ഇരിക്കും കറണ്ട് ഉണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെ അത് വെച്ചു. ചോറൊക്കെ എടുത്ത് വെച്ചാണ്. പിന്നെ അങ്ങനെ ഇരിക്കുക. അപ്പോൾ ചേട്ടൻ പണി കഴിഞ്ഞ് ചേട്ടൻ ഇപ്പോഴാണ് അതൊന്നും ഓർക്കുന്നത്. ചേട്ടൻ സിറ്റൗട്ടിൽ പോയിരുന്ന മൊബൈലിൽ ന്യൂസൊക്കെ കണ്ടവിടെ ഇരിക്കുന്നുണ്ട്. ഞാനിപ്പോൾ പണി തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ക്യാരറ്റ് കുറേ വന്നിട്ടുണ്ട്. ക്യാരറ്റ്, തക്കാളി, ബ്രിഞ്ചാള്, പിന്നെ ഈ സാധനം. ഇതിൻ്റെ ഉള്ളു പെട്ടെന്ന് ചീഞ്ഞു പോകുന്നു. അപ്പം നമുക്ക് ഇതിൻ്റെ കായൊക്കെ കളയാം. ചെയ്യുന്ന സാധനങ്ങൾ പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്ത് മാറ്റിയാൽ എന്നിട്ട് കഴുകി അങ്ങ് വെച്ചാൽ മതി. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കാൻ നേരത്തെ എടുത്ത് ക്ലീനാക്കിയിട്ട് ചെയ്യാം. ആൻസർ നിങ്ങൾ എന്നും ഒരു കാര്യം പറയാറുണ്ട് കേട്ടോ. പടവലങ്ങയുടെ ഉള്ളിൽ നിന്ന് എടുത്ത് കുത്തിക്കളഞ്ഞു. പിന്നെ ഇഞ്ചാള്, ഇങ്ങോട്ട് ഒച്ച എടുത്തിട്ടുണ്ട് വരല്ലേ. നാളിയുണ്ട്, എല്ലാം ഉണ്ട്. വെണ്ടയ്ക്ക, പിന്നെ കുറച്ച് കോവയ്ക്കൊക്കെ ഉണ്ട്. ഇതെന്താ കോവയ്ക്ക, പിന്നെ പച്ചമുളക് കുറേ ഉണ്ട്. ഞാൻ അല്ലാതെയും പച്ചമുളക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ സാധനം ബീറ്റ്റൂട്ട്, കോവയ്ക്ക, സാമ്പാർ ഉണ്ടാക്കാം, അവിയൽ ഉണ്ടാക്കാം, ഓരോന്നോരോന്നായിട്ട് മെഴുക്കുവരട്ടി ഉണ്ടാക്കാം, തോരൻ ഉണ്ടാക്കാം. അതൊക്കെ ഇല്ലാത്തത് ബീൻസ് പയർ മാത്രമേ ഉണ്ടായുള്ളൂ, ബാക്കിയെല്ലാം തന്നെ ഉണ്ടായിരുന്നു. ഈ പാവയ്ക്ക ഞാനിപ്പോൾ തന്നെ എടുക്കും. ക്യാരറ്റ് കുറച്ചെടുക്കും. ഒത്തിരി ഒന്നും ഉണ്ടാക്കി വെക്കണ്ട. ഒത്തിരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിലേ ആരും കഴിക്കത്തില്ല. പൊട്ടുപൊടിയെല്ലാം കൂടി ഇപ്പം ഉണ്ടാക്കാം. ക്യാരറ്റൊക്കെ അവിടെ കിടക്കട്ടെ. ഇനിയിപ്പോൾ അത് ഉണ്ടാക്കാൻ എടുത്ത് എന്നിട്ട് കഴിക്കാൻ മതിയല്ലോ.
ഇങ്ങനെയൊക്കെ ചെയ്ത് വെക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. കാരണം നമുക്ക് എളുപ്പമാണ് പിന്നെ എടുക്കുമ്പോഴൊക്കെ ആണെങ്കിലും. അപ്പോൾ ഇപ്പോൾ വേവിക്കാനുള്ള സാധനം നമുക്ക് വേറൊരു പാത്രത്തിനകത്തേക്ക് എടുത്തേക്കാം. നമ്മൾ പാത്രം തപ്പിക്കൊണ്ട് വരട്ടെ. ഇപ്പോൾ നമുക്ക് പാത്രം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇന്ന് പറഞ്ഞ പാവയ്ക്ക അരിയാം. ആ കൂടെ നമുക്ക് ക്യാരറ്റും കൂടെ അരിഞ്ഞിടാം. ക്യാരറ്റും പാവയ്ക്കയുടെ കൂടി ഒരുമിച്ച് തോരൻ വെച്ചാൽ പാവയ്ക്കയുടെ കയ്പൊന്ന് കുറയുകയും ചെയ്യും. ഈ പച്ചമുളകിനകത്തേക്ക് അരിഞ്ഞിടാം. അപ്പം പിന്നെ ഇത് വാഴയ്ക്ക, ഒരു വാഴയ്ക്ക വറുത്തേക്കാം. നമുക്ക് അരിയെല്ലൊക്കെ ഇടാം. ഒരു വാഴയ്ക്ക വറുത്ത് പോയി അങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞ്. അപ്പോൾ ഈ വേസ്റ്റ് എല്ലാം എന്നാ ചെയ്യണമെന്നറിയോ? വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് ഇട്ട് വെച്ചിട്ടത് നാളെ കാലത്തെ എടുത്ത് നമ്മൾ കോഴികളുടെ അങ്ങോട്ട് കൊണ്ട് ഇട്ട് കൊടുത്താൽ ഒരൊറ്റണമില്ലാതെ മൊത്തം കൊതിപ്പറിച്ച് തിന്നോളും. അപ്പം നമുക്കതൊരു ലാഭമാണ്. ആ വെള്ളം കളഞ്ഞിട്ട് പച്ചമുളക് കഴുകണം. ഈ സിങ്കിനകത്ത് വയ്ക്കാൻ പറ്റിയ എന്തെങ്കിലും നെറ്റ് പോലത്തെ സാധനം ഉണ്ടെങ്കിൽ എവിടെ കിട്ടുമെന്ന് ആരെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു തരണേ. പിന്നെ ഈ സിങ്കിലേക്ക് വേസ്റ്റ് ഇട്ട് കഴിയുമ്പോൾ പിന്നെ അതിൽ നിന്ന് വാങ്ങണ്ട. ഒത്തിരി ഓൺലൈനിലൊക്കെ കാണുന്നുണ്ട്, പക്ഷെ അതൊക്കെ ഓർഡർ ചെയ്താൽ നമുക്ക് കിട്ടുമോ? ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ ഓക്കെ, പക്ഷെ ഭയങ്കര റേറ്റും കാര്യങ്ങളൊക്കെ ചിലതിന്. മണ്ണുണ്ടാവില്ല. ഇത്രയും കഴിക്കുമ്പോഴത്തേക്കും അതിൻ്റെ പാത്രത്തിൽ മണ്ണ് കളഞ്ഞു. അപ്പം മണ്ണോട് കൂടിയാണ് നമ്മൾ ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കണമെങ്കിലോ. ഈ പച്ചമുളകെല്ലാം കൂടി അവിടെ വയ്ക്കും. ചെറിയൊരു പാത്രം ഉണ്ടെങ്കിൽ ആ പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം. പച്ചമുളക് ഇത് മാത്രമല്ല, സെപ്പറേറ്റ് വേറെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ അരക്കിലോ ഇത്രയും പച്ചമുളക് കിട്ടുമെന്ന് പറഞ്ഞാൽ വാങ്ങത്തില്ലായിരുന്നു. ഈ പച്ചമുളക് എല്ലാം സെപ്പറേറ്റ്, ആ പച്ചമുളക് എല്ലാം സെപ്പറേറ്റ് ഇട്ടിട്ട് ഇതെല്ലാം എവിടെ വയ്ക്കും? എന്നിട്ട് കഴുകി വാരി വെക്കാം. വലിയ പാത്രം. പയറ് ഈ പച്ചക്കറികളുടെ ഒക്കെ മുകളിലേക്ക് നമുക്കിതെല്ലാം കൂടെ എടുത്ത് വയ്ക്കാം. ഈ രണ്ട് സാധനമുണ്ട്, അതല്ലെങ്കിൽ തന്നെ അതിനകത്ത് മണ്ണും ചാടിയൊക്കെ ആവും. ഒരു വരണ്ട ചെയ്ത് തരുമോ? ഇതെവിടെന്നാ ചേട്ടാ? ഇതെവിടെന്നാ? നമ്മള് വർത്താനം പറയുവാർന്നാ? വർത്താനം പറയുവാർന്നാ? ഇത് അതൊന്ന് എടുത്ത് വെച്ചല്ലോ. ഇതിങ്ങനെ തുറന്നേ, ഇതൊന്ന് എടുത്ത് വെച്ചോ. ആ ചേട്ടൻ വന്നു, ചേട്ടനെ കൊണ്ട് നമുക്ക് പണിയെടുപ്പിക്കാം. അടിയിലേക്ക് വെക്കാം. ആ എന്നാ പിന്നെ എനിക്ക് കൊണ്ട് വെച്ചാൽ പോരെ. ഞാനെല്ലാം കഴുകി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ലോഡ് മണ്ണുണ്ടായിരുന്നു വണ്ടിയൊക്കെ പോകുമ്പോൾ. അവൻ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ തക്കാളിക്ക് അടിച്ചു മാറ്റാവുന്നു. ഒരു കയ്യിൽ മലര്, ഒരു കയ്യിൽ തക്കാളിക്ക. അതെല്ലാം കളഞ്ഞു. ചേട്ടൻ എടുത്തില്ലായിരുന്നല്ലോ പഴയതൊന്നും. എന്നിട്ട് പിന്നെ പഴയതെടുത്തു എന്ന് പറഞ്ഞേ കോഴിക്ക് കൊടുക്കാൻ. ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ടല്ലോ. കുഞ്ഞുങ്ങൾക്ക് നല്ല രസമായ ആഴ്ചയാണല്ലോ. അതവിടെ ഇരിക്കട്ടെ. ഞാൻ ഇപ്പം ഇന്ന് തന്നേലൊരു വാവയ്ക്ക പഴുത്തുണ്ട്, അപ്പം അത് അരിഞ്ഞ് വെക്കാൻ നിർത്താം.
ബീൻസും. പിന്നെ ആ ഇരിക്കണ കൊള്ളില്ലെങ്കിൽ അതും കൂടെ കോഴിക്ക് കൊടുത്തേരെ. ആ കൂടിനകത്തൊക്കെ ഇരിക്കണ കൊള്ളില്ലായിരിക്കും. അത് കൊള്ളില്ല, ഞാൻ കൊടുത്തേരെ. ആ പാവയ്ക്ക എടുത്തേരെ, ഇനി കൊള്ളൂല. അത് കൊള്ളില്ല, എന്താ പാണ്ടൊക്കെ പിടിച്ചിരിക്കണേ. കൂടെല്ലാം വേസ്റ്റ് ബിന്നിലേക്ക് മാറ്റണം. ഞാൻ എൻ്റെ മൊബൈൽ സ്റ്റാൻഡിൽ വെച്ചാണ് കേട്ടോ വീഡിയോ എടുത്തോണ്ടിരുന്നത്. അങ്ങനെയെല്ലാം മാറ്റിയിട്ടുണ്ട്. കറിവേപ്പില കഴുകി എടുത്ത് വെക്കണം. കറിവേപ്പില കഴുകിയിട്ട് എന്തിനകത്തിട്ട് വെച്ചാലോ കേടാകാതിരിക്കുന്നേ? വാഴയില പൊതിഞ്ഞ് വെച്ചാലോ? എങ്ങനെ കറിവേപ്പില കേടാകാതിരിക്കുന്നേ? അപ്പം നാളെ അരിഞ്ഞ് വെക്കണം നമുക്ക്. എന്നിട്ട് വേണം കിടക്കാൻ. ഇത് പച്ചമുളക്, അത് പച്ചമുളക. നമ്മുടെ ബീഫ് കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചേട്ടൻ പറഞ്ഞു നല്ല കറക്റ്റ് പാകത്തിന് ചാറും കറക്റ്റ് പാകത്തിനുള്ള വേവും കറക്റ്റ് പാകത്തിനുള്ള എന്തുവാ മസാലയോ എന്തുവാന്നൊക്കെ പറയണേ കേട്ടായിരുന്നു. അപ്പോൾ ഇത്ര ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതൊക്കെ ചെയ്യുമെന്ന് അറിയാം. അപ്പോൾ വീണ്ടും പുതിയ വിശേഷവും പുതുത്ത വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും ഡിസൈനിങ് ബൈ.